അസ്സലാമലൈക്കും മക്കളെ, സുഖന്നല്ലേ? ഇന്ന് നമുക്ക് ഉള്ളു തുറക്കുന്ന മരുന്ന് ഉണ്ടാക്കിയിട്ട് നോക്കാം. ഈ മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 ലിറ്റർ വെള്ളം ഒരു ബക്കറ്റിൽ ഒഴിച്ച് 3 ലിറ്റർ വെള്ളം മറ്റേ ബക്കറ്റിൽ ഒഴിച്ച് 2 ബക്കറ്റിൽ 3 ലിറ്റർ വെള്ളം. അതിലേക്ക് ഞാൻ ഒരു ബക്കറ്റിൽ 3 ലിറ്റർ വെള്ളത്തിൽ 1-ാം നമ്പർ പൊടി ഇടുന്നുണ്ട്. ഒന്നാം നമ്പർ പൊടി അത് നന്നായിട്ടൊന്ന് നമുക്ക് ഇത് ഇളക്കി അലിയിക്കണം. നന്നായി ഇളക്കണം. ഇനി ഈ മറ്റേ ബക്കറ്റിൽ 3 ലിറ്റർ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ നമ്മ, അതിലേക്ക് ഇതാ 2-ാം നമ്പർ പൊടി ഞാൻ ഇടുന്നുണ്ട്. 2-ാം നമ്പർ പൊടി നന്നായി ഒന്ന് ഇളക്കണം. കുട്ടികളിൻ്റെ സ്ഥലത്തുനിന്ന് ഇത് ആക്കാൻ പാടില്ല. കെമിക്കലൊന്നല്ല, എന്നാലും ഇത് കുട്ടികളിൻ്റെ അടുത്തുനിന്ന് ഇതിൻ്റെ മണം ചില കുട്ടികൾക്ക് അലർജി ആവും. അപ്പോൾ ഇത് കുട്ടികളിൻ്റെ അടുത്തുനിന്ന് ആക്കാൻ പാടില്ല. ഇത് കെമിക്കലില്ലാതെ സാധനം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നതാണ്. ഇത് നന്നായി ലയിപ്പിച്ച് ഇനി നമുക്ക് മറ്റേ ബക്കറ്റിലേക്ക് ഒഴിച്ചു വെക്കാം. ഈ ബക്കറ്റിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു വെക്കാം. കുറച്ച് കഷ്ടപ്പാടുണ്ട് നമുക്ക്, എന്നാലും നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എല്ലാ ജോലിയും ചെയ്തിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം. നല്ല വരുമാനമാണ് ഇത്. വീട്ടിൽ നിന്ന് തന്നെ ജോലി, സോപ്പ്, അച്ചാർ എല്ലാം, ബീഫ് അച്ചാർ, നാരങ്ങ അച്ചാർ, സോപ്പ്, ആർപ്പിക്ക്, പാത്രം കഴുകുന്ന ലിക്വിഡ്, ഉള്ളു തുടക്കുന്നത്, ഷാമ്പു എല്ലാം വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാം തൊഴിൽ ചെയ്തിട്ട് നമുക്ക് കാശുണ്ടാക്കാം. മക്കളെ, ഞാനിതാ 3-ാം നമ്പർ ഒഴിക്കുന്നുണ്ട് കുപ്പിയിൽ. ഇതാ 3-ാം നമ്പർ. ഇത് ജെല്ല് പോലത്തതാണ്, ജെല്ല്. ആ ജെല്ല് നന്നായി വീഴണം കുപ്പിയിൽ നിന്ന്. ജെല്ലെല്ലാം ഒഴിച്ച്, ബക്കറ്റിൽ ജെല്ലെല്ലാം ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കണം. നന്നായി അതിൻ്റെ എല്ലാം കൂടിയിട്ടില്ലേ, എല്ലാം ശരിയാവണമെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കണം. മക്കളെ, ഇതിലേക്ക് ഞാൻ 4-ാം നമ്പറും 5-ാം നമ്പറും ചേർക്കുന്നുണ്ട്. 4-ാം നമ്പർ, 5-ാം നമ്പർ. നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ 3 ലിറ്റർ വെള്ളവും കൂടി എന്നെ കൂട്ടാനുണ്ട്. അതും കൂടി ഞാൻ കൂട്ടാം. 3 ലിറ്റർ വെള്ളവും കൂടി എന്നെ കൂട്ടിയിട്ട് ഞാൻ നേർപ്പിക്കുന്നുണ്ട്. ഒരു 3 ലിറ്റർ വെള്ളം കൂട്ടിയാലേ ഇപ്പോൾ ഇത് നേർങ്ങനെ ആവും. നന്നായി ഒന്ന് ഇളക്കാം. ഒമ്പത് ലിറ്റർ വെള്ളമായി ഇപ്പോൾ ഇത്. മക്കളെ, നമുക്ക് ഇതിലേക്ക് കുറച്ച് കളർ ചേർക്കാം. കുറച്ച് നല്ലൊരു കളർ വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കാം. നല്ല മണം ഉണ്ടാവും. ഇനി നമുക്ക് നല്ല ചെറുനാരങ്ങൻ്റെ സ്മെല്ല് കൂട്ടാം. ചെറുനാരങ്ങൻ്റെ സ്മെല്ല്, നല്ല ചെറുനാരങ്ങ ഉള്ളിൽ തുടക്കുമ്പോലോ നല്ല മണവും നല്ല ഈച്ചയൊന്നും ഉണ്ടാവില്ല. നല്ല ക്ലിയറിൽ തുടക്കാൻ നമുക്ക് നല്ല മണം കിട്ടും. റൂമെല്ലാം തുടച്ചാൽ നല്ല മണമാണ്. ഇത് ഒരു ദിവസം ഇത് ആക്കിയതിൻ്റെ ശേഷം ഒരു ദിവസം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിറ്റേത്തെ ദിവസം നമുക്കിത് കുപ്പിയിൽ ഒഴിക്കുന്നത് കാട്ടിക്കാം. മക്കളെ, നമ്മളിതാ നിലം തുടക്കുന്നതിടെ തയ്യാറായി. ഓർഡർ ചെയ്യുന്നവർക്ക് ഓർഡർ ചെയ്യാം. പിന്നെന്ത് വിശേഷം മക്കളെ? സുഖനല്ല എല്ലാവർക്കും?
നമ്മൾ ചെറിയൊരു ബിസിനസ് പുരണ്ടുള്ളിൽ തന്നെ എല്ലാ ബിസിനസ്സും ഞാൻ ചെയ്യുന്നുണ്ട്. ആർക്കൊന്നും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വരാം. അസ്സലാമു അലൈക്കും.